ഇന്ന് ടി.വി. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചത്, ലോകത്ത് കോവിഡ് മാതിരി എന്തോ ഒരു ഭീകര അസുഖം വരുന്നുണ്ട്. ഏതോ ആഡംബര കപ്പലിൽ നിന്ന് കുറേ പേര് മരിച്ചു. എല്ലാവർക്കും പനിയും ശ്വാസം മുട്ടായിരുന്നു. പെട്ടെന്ന് ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് വിശദമായി പഠിക്കാൻ ആലോചിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇത് ഹണ്ട വൈറസ് ഡിസീസാണ്. എന്താണ് ഹണ്ട വൈറസ് ഡിസീസ്? എലികളുടെ മൂത്രത്തിലൂടെയും അതിൻ്റെ കാഷ്ടത്തിലൂടെയും പകരുന്ന ഒരു വൈറൽ ഡിസീസാണ് ഹണ്ട വൈറസ് ഡിസീസ്. RNA വൈറസ് ആണ്. ഇതിൻ്റെ സാധാരണ ലക്ഷണം പനിയും ശരീരവേദനയുമാണെങ്കിലും പെട്ടെന്ന് ഇത് ശ്വാസം മുട്ടിലേക്ക് മാറുകയും ആളുകളുടെ സ്ഥിതി വളരെ ഭീകരമാവുകയും മരണപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ എല്ലാവരും പേടിക്കാനുള്ള കാരണം എല്ലാവരുടെ മനസ്സിലും കോവിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ, ഒരാളിൽ നിന്ന് ഒരാൾക്കുള്ള ട്രാൻസ്മിഷൻ അത്ര കോമൺ അല്ല. അതുകൊണ്ട് തന്നെ പടർന്നു പിടിക്കാൻ ഒരു വലിയ ഒരു എപ്പിഡമിക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ട്രീറ്റ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഹണ്ട വൈറസ് ഡിസീസിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻറ്റിവൈറൽസ് കൊടുക്കാം, ആളുകൾക്ക് ആവശ്യത്തിനുള്ള വെന്റിലേറ്ററി സപ്പോർട്ടും മറ്റും കൊടുക്കാം. പക്ഷേ ഈ കപ്പലിലുള്ളവരെയും മറ്റും ഫുള്ളി ക്വാറന്റൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതൊന്ന് ലോകത്ത് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഹണ്ട വൈറസ് ഡിസീസിനെ പറ്റി പറയുമ്പോൾ അത് എലി വഴി പകരുന്ന ഡിസീസാണ്. ഡയറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതാണ്. മാരകമായ അസുഖമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പേടിക്കേണ്ടതില്ല. കാരണം ഇത് വളരെ ഒരു വലിയ എപ്പിഡമിക് ആവുന്ന തരത്തിൽ പകരുന്ന അസുഖമല്ല.